Hi all, Assalamu alaikum, welcome back. നമുക്കിന്ന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പുഡിങ്ങിന്റെ റെസിപ്പി നോക്കാം. നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ബട്ടർസ്കോച്ച് പുഡിംഗ് ആണ്. പഞ്ചസാരയും നെയ്യൊക്കെ ചേർത്തിട്ടുള്ള നല്ലൊരു പുഡിംഗ്. അതും എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാം. ഒരുപാട് നേരം സെറ്റ് ആവാൻ വേണ്ടി വെക്കൊന്നും വേണ്ട. വിപ്പിംഗ് ക്രീമും ബ്രെഡും നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ പാൻ ഒന്ന് ചൂടാവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ചൂടാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം ഫസ്റ്റിൽ തന്നെ. ഇനി ഇതിൻ്റെ അരികുഭാഗങ്ങളൊക്കെ ഒന്ന് മെൽട്ടായി വരുന്ന സമയത്ത് നമുക്കിതൊന്ന് സിമ്മിലാക്കി കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ഒന്ന് മെൽട്ടായി വരുന്നുണ്ട്. ഇനി നമുക്കൊന്ന് സിമ്മിലിട്ട് കൊടുക്കാം. ഇനി ഒരിക്കലും ഫ്ലെയിം കൂട്ടി വെക്കരുത്. പാൻ ഒന്ന് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. കൂടുതലായിട്ട് നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഇളക്കി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്ന സമയത്ത് തന്നെ ഇതൊന്ന് നന്നായിട്ട് മെൽറ്റായി വന്നോളും. ഇപ്പോൾ ഏകദേശം ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് കയ്യിൽ വെച്ചിട്ടൊന്ന് ഇളക്കി എല്ലാ ഭാഗവും ഒരുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. ഇപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത്രയും മതി. നന്നായിട്ടൊന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു കളർ മതി. ഇതിൽ കൂടുതലായിട്ട് കളർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഷുഗറിന് ഒരു കയ്പരസം വരും. അപ്പോൾ ഈ ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന സമയത്ത് തന്നെ നമുക്കിതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 50 ഗ്രാം ബട്ടറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ഇട്ട് നന്നായിട്ട് ബട്ടറൊക്കെ ഒന്ന് മെൽറ്റായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പോളം വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. വിപ്പിംഗ് ക്രീം തണുത്തതായതുകൊണ്ട് തന്നെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് കട്ട പിടിച്ചു നിൽക്കും. അത് തണുത്ത വിപ്പിംഗ് ക്രീം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല. അതൊന്ന് ചൂടാവുന്ന സമയത്ത് മെൽറ്റായി വന്നോളും. ഇപ്പോൾ വിപ്പിംഗ് ക്രീം നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് പാലൊഴിച്ചു കൊടുക്കാം. പാല് റൂം ടെമ്പറേച്ചറുള്ള പാലിനെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതൊന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. തിളച്ചതിന് ശേഷം ഒരു 2 മിനിറ്റോളം ഒന്ന് നമുക്കൊന്ന് കുറുക്കിയെടുക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് 2 മിനിറ്റ് ഇതുപോലെ തന്നെ ഒന്ന് വെക്കാം. ഇതൊന്ന് കുറുകി വരണം. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് ഏകദേശം 2 മിനിറ്റോളം ഞാനൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് കുറുകണ്ട കേട്ടോ. ആ ഒരു പാൽ ഒന്നുകൂടി ഒന്ന് കട്ടി കൂടി കിട്ടിയാൽ മതി. കൂടുതലായിട്ടൊന്നും കുറുകേണ്ട ആവശ്യമില്ല. ഈ ഒരു പരുവത്തിലാണ് കിട്ടേണ്ടത്. ഇനി ഇത് നമുക്കൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഞാൻ വേറൊരു ബൗളിലോട്ട് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള നട്ട്സുകളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാനിവിടെ നട്ട്സ് കാരമലൈസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് പഞ്ചസാര ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് പാനിലോട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ജസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് പെട്ടെന്ന് കാരമലൈസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽട്ടായി വരുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം. സിമ്മിലിട്ട് വെച്ചാൽ മതി. കാരണം ഇനി പെട്ടെന്ന് തന്നെ ഇത് ഗോൾഡൻ കളറായി വരും. അപ്പോൾ പെട്ടെന്ന് ഇതിൻ്റെ കളർ മാറിപ്പോവാൻ ചാൻസ് ഉണ്ട്. അതാണ് ഫ്ലെയിം കുറച്ച് വെച്ചാൽ മതി എന്ന് പറയുന്നത്. ഇപ്പോൾ ഷുഗറിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ ഇനി ഒന്നുകൂടി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവണം. അതുവരെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കാഷ്യൂനട്ടും അതുപോലെ തന്നെ ബദാമുമാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഏത് നട്ട്സ് ആണോ വേണ്ടത് ഏത് യൂസ് ചെയ്യാം കേട്ടോ. പിസ്തയോ ബദാമോ കാഷ്യൂനട്ടോ പിന്നെ കടല ഉണ്ടെങ്കിൽ അതായാലും മതി. ഏത് വേണമെന്നുണ്ടെങ്കിലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് വേണമെന്നുണ്ടെങ്കിലും ഇതിലേക്ക് ആഡ് ചെയ്യാം. ഞാനിവിടെ ഏകദേശം ഒരു 10-12 കാഷ്യൂനട്ടും അതുപോലെ തന്നെ ഒരു 10-20 ബദാമും എടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ ട്രേയിലോട്ടാണ് ഞാൻ ഈ ഒരു പുഡിംഗ് സെറ്റ് ചെയ്ത് വെക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ ഇത്രയും കൂടുതലായിട്ട് നട്ട്സ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രയാണ് ക്വാണ്ടിറ്റി വേണ്ടത് അതിനനുസരിച്ച് ഇത് നട്ട്സിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ അണ്ടിപ്പരിപ്പ് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബദാമും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം.
ഇനി ഇത് ചൂടോടെ തന്നെ നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. അല്ല എന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കട്ടിയായി പോവും. പിന്നീട് നമുക്ക് ഈ ഒരു പാത്രത്തിലൊന്നും മാറ്റാൻ പറ്റില്ല. അപ്പോൾ ഞാനിവിടെ ഒരു ബേക്കിംഗ് പേപ്പറിലോട്ടാണ് ഇതുപോലെ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് പെട്ടെന്ന് തന്നെ പൊട്ടിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മിക്സിയിൽ വെച്ചിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇനി അടുത്തതായി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ബ്രെഡ് ഒന്ന് റെഡിയാക്കി എടുക്കണം. ഞാനിവിടെ ഒരു 10-12 ബ്രെഡോളം എടുത്തിട്ടുണ്ട്. ബ്രൗൺ കളറുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുഡിംഗ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പുഡിംഗ് ട്രേ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിചാരിച്ചിട്ടുള്ളത് ആ ഒരു പാത്രം എടുത്ത് വെക്കാം. എന്നിട്ട് ഇതുപോലെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കാരമലൈസ്ഡ് സിറപ്പ് ഉണ്ടല്ലോ, അതിലേക്കൊന്ന് ബ്രെഡ് നന്നായിട്ടൊന്ന് മുക്കിയെടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒരു പുഡിംഗ് ട്രേയിലൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം. ഇതുപോലെ ഓരോന്നായിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. ബ്രെഡ് നന്നായിട്ട് സോസിലൊന്ന് മുക്കിയെടുക്കണം കേട്ടോ. 2 ഭാഗം നന്നായിട്ടൊന്ന് മുക്കിയെടുക്കുക. എങ്കിലേ ആ ഒരു ബ്രെഡിൻ്റെ ടേസ്റ്റ് നമുക്ക് ഇതിൽ നിന്നൊന്ന് പോയി കിട്ടുള്ളൂ. ഇപ്പോൾ ബ്രെഡൊക്കെ ട്രേ മുഴുവനായിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള നട്ട്സ് ഉണ്ടല്ലോ, അത് കുറച്ചൊന്ന് ഇട്ട് കൊടുക്കണം. എല്ലായിടത്തേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ബ്രെഡ് സോസിലൊന്ന് മുക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. വീണ്ടും വെച്ച് കൊടുക്കുക. സെക്കൻഡ് ലെയറും ഞാൻ മുഴുവനായിട്ടൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നട്ട്സ് ഒന്ന് വിതറി കൊടുക്കാം. ഇനി നമുക്ക് ഒരു ലെയർ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ഞാനൊന്ന് കട്ടി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് 2 ലെയറാക്കി ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ വിപ്പിംഗ് ക്രീം നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. നമ്മൾ കേക്കിനൊക്കെ വിപ്പ് ചെയ്തിട്ട് ബാക്കി ഉണ്ടാവുന്ന ക്രീം ഉണ്ടാവുമല്ലോ, അത് യൂസ് ചെയ്താലും മതി. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനായിട്ട് വിപ്പ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ മധുരമൊക്കെ അതിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. പല ക്രീമുകളും പല വിധത്തിലായിരിക്കും. ചിലത് മധുരം ഉള്ള ക്രീമുകളായിരിക്കും, ചിലതിന് മധുരം കുറവായിരിക്കും. അതിനനുസരിച്ചിട്ട് ആഡ് ചെയ്യും, കുറയ്ക്കൊക്കെ ചെയ്യാം. ഇനി വിപ്പിംഗ് ക്രീം നമുക്ക് ട്രേയിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം ഇതുപോലെ. എന്നിട്ട് നന്നായിട്ട് ഈവനായിട്ട് എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡിയായി. അപ്പോൾ നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വിപ്പിംഗ് ക്രീമൊക്കെ ഈവനായിട്ട് എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് ലാസ്റ്റിൽ നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ നട്ട്സ് ഉണ്ടല്ലോ, നമ്മൾ ക്രഷ് ചെയ്തിട്ടുള്ള നട്ട്സ് ഉണ്ടല്ലോ, അതൊന്ന് എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതുകൂടാതെ തന്നെ നമ്മൾ ഇതിന് മുകളിലായിട്ട് നട്ട്സ് അതുപോലെ തന്നെ വെച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കാഷ്യൂനട്ട് ഒന്ന് പാനിലിട്ടിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുള്ളതാണ്, ഒന്ന് വറുത്തെടുത്തിട്ടുള്ളതാണ്. അങ്ങനെയാണ് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നത്. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്, എങ്ങനെയാണ് വേണ്ടത് വെച്ചെങ്കിൽ അതുപോലെ ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് സോസ് കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലോട്ട് വെക്കാം. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് നമ്മൾ കാരമലൈസ് ചെയ്തിട്ടുള്ള ആ സിറപ്പ് ഉണ്ടല്ലോ, അതൊന്ന് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അത്രയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡിയായി. നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. അപ്പോൾ ഫ്രിഡ്ജിലോട്ട് മാറ്റുന്ന സമയത്ത് താഴെ വെച്ചാൽ മതി. നമുക്കിത് ഒരു അരമണിക്കൂറോളം സെറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇനി ഓവർനൈറ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. കാരണം ആ ബ്രെഡിൻ്റെ ആ ഒരു ടേസ്റ്റ് മുഴുവനായിട്ട് പോയി കിട്ടുക പിറ്റേ ദിവസത്തേക്കാണ്. അപ്പോൾ പിറ്റേ ദിവസം എടുത്ത് കഴിക്കാനാണ് ഈ ഒരു പുഡിംഗ് ഏറ്റവും ടേസ്റ്റ് ഉള്ളത്. അപ്പോൾ ഫങ്ഷൻസൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു പുഡിംഗ് ആണ്. നമ്മൾ തലേന്ന് ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് സൂപ്പറായിട്ട് തന്നെ കിട്ടും. നമ്മൾ സാധാരണ രീതിയിൽ ഉണ്ടാക്കുന്ന പുഡിങ്ങിനേക്കാളും ഒന്ന് വെറൈറ്റി ആയിട്ടുള്ള പുഡിംഗ് ആണ്, അതുപോലെ തന്നെ ടേസ്റ്റിയും ആണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പുതിയ റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.